ഹായ് കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കിഡിലൻ ഐറ്റവുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു വെറൈറ്റി. നിങ്ങളൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ ഒരു രീതിയിൽ ഞാനൊരു സ്പെഷ്യൽ ഐറ്റമാണ് കൊണ്ടുവന്നേക്കണം. നമ്മൾ ഇന്ന് ഇതിൻ്റെ പ്രത്യേകത തൈര് കൂട്ടാനെന്ന് പറയും. തൈരിനകത്ത് എല്ലാവരും തക്കാളി പച്ചക്ക ഇട്ട് വെക്കും. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ചെനച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ചെനച്ച മാങ്ങയുടെ അകത്താണ് ഞാൻ ഈ തൈര് കൂട്ടാൻ വെക്കാൻ പോകുന്നത്. അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തിൻ്റെ ഫ്ലേവർ പച്ചമുളകാണ്. ഈ പച്ചമുളക് എണ്ണയിടകത്ത് കിടന്ന് നല്ലോണം മൊരിയണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ കായപ്പൊടി ഞാൻ ഇതിൻ്റെ അരികിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉലുവ, കടുക്, ഒരു 2 കപ്പ് 2 സ്പൂണോളം നാളികേരം, ഒരു കപ്പ് തൈര്, വെളിച്ചെണ്ണ, ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, കറിവേപ്പില, 6 പച്ചമുളക്, ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളി, മല്ലിയില, വറ്റൽമുളക്, മുളക് പൊടി, ചെറിയ ജീരകം, മല്ലിപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയും സാധനമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം സ്റ്റൗ കത്തിക്കാം. ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണേണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഉലുവ, ഒരു 3-4 ഉലുവ അധികം കൂടണ്ട, 2-3 ഉലുവ മതി. ഞാനിപ്പോൾ ഒരു 5-6 ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നല്ലോണം ചടവട കൊട്ടുന്നുണ്ട്. അവനൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇവനെ ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത് കറിവേപ്പില. ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില നമുക്ക് എന്തോരം ഇട്ടാലും ആ കറിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇഞ്ചി നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി, ഒരു അല്പം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ഒരു 4 ചെറിയ വെളുത്തുള്ളിയാണ് ഇട്ടേക്കുന്നത്. 2ആയിട്ട് പൊളന്ന് വെളുത്തുള്ളി ഒന്ന് നല്ലോണം അവിടെ കിടന്ന് നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൊരിയട്ടെ. നമ്മുടെ ഇഞ്ചിക്കുട്ടനും കറിവേപ്പിലയും വെളുത്തുള്ളിക്കുട്ടനും പച്ചമുളകൊക്കെ കൂടി നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അവനങ്ങോട്ട് നല്ലോണം ഒന്ന് ചുമന്ന് വരട്ടെ. അവനവിടെ കിടന്ന് ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഇടാനുള്ളത് പച്ചമുളക്. ഈ പച്ചമുളകാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. ഈ പച്ചമുളകാണ്. ഈ പച്ചമുളക് ഞാൻ 4 പച്ചമുളക് 2ആയിട്ട് പൊളന്ന് വെച്ചിട്ടുണ്ട്. മൊത്തം 8 കിലോ പച്ചമുളകുണ്ട്. പച്ചമുളക് നല്ലോണം എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൊരിയണം. അത് വെറുതെ ഒന്ന് വാട്ടിയാൽ പോരാ, നല്ലോണം എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞെങ്കിൽ മാത്രം അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കറിയുടെ ടേസ്റ്റ്. അത് നല്ലോണം ഒന്ന് മൊരിയണം. ഇപ്പം അത് നല്ലൊരു മണം വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഈ കറി. നമ്മുടെ പച്ചമുളകൊക്കെ ഏകദേശം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ തൈരിനകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
കായും പച്ചമുളക് ഇപ്പം അതിൻ്റെ കളറൊന്നും നോക്കി നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തായിട്ട് പൊടികൾ. ഇപ്പം ഞാൻ മുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കായപ്പൊടി നമുക്കിത് കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ചൂടായി കഴിയുമ്പോൾ ഒന്നുകൂടി ഇടണം. ഇപ്പം ഞാനൊരു അല്പം ഇട്ടിട്ടുള്ളൂ. കായപ്പൊടിയും പച്ചമുളകുമാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. എല്ലാം ഒന്ന് നല്ലോണം വാടിയതിന് ശേഷം നമുക്കിനി ഇടേണ്ടത് തേങ്ങ. ഞാനൊരു 2 വലിയ സ്പൂണ് ടേബിൾ സ്പൂൺ കണക്കാക്കി തേങ്ങ ചിരകിയതുകൊണ്ട് ഈ തേങ്ങ കൂടി നമുക്കിനകത്ത് ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടി എണ്ണയുടെ അകത്ത് കിടന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. നല്ലൊരു ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ചില ആൾക്കാർ വെച്ചിട്ടുണ്ടാകും, മറ്റുള്ളവർ വെക്കാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ വെക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം. ചില ആൾക്കാർ തക്കാളി ഇട്ട് ഇതേപോലെ വെക്കുന്നുണ്ട്. തക്കാളി ഇട്ട് വെക്കണത് പോലെ തന്നെ അതിനേക്കാൾ ടേസ്റ്റിയാണ് ഈ മാങ്ങ ഇട്ട്. ഒരു ചെനച്ച മാങ്ങയായിരിക്കണം, പുളിയുള്ള മാങ്ങയാകരുത്. ചെനപ്പുള്ള ഒരു നേരിയ മധുരമുള്ള മാങ്ങയായിട്ടൊന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്ക്. നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് നിറം മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് മൂക്കട്ടെ. നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് മൊരിയണ്ട, ഈ രീതിയിൽ മതി. ഇനി നമുക്ക് ഇതിനകത്തായിട്ട് ഇടേണ്ടത് നമ്മുടെ മാങ്ങാക്കുട്ടപ്പനയാണ്. നല്ല ചെനച്ച മാങ്ങയാണ്. ഈ മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ഈ രീതിയിൽ വേണം കഷ്ടിക്കാൻ. ചെറുതായി പോകരുത്, അധികം വലിപ്പം പോകരുത്. ഈ ഒരു അളവിൽ വേണം മാങ്ങ. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കണത് ഒരു 100-150 ഗ്രാം മുഴുപ്പുള്ള മാങ്ങയാണ് നമ്മൾ എടുത്തേക്കണത്. ഒരു കപ്പ് തൈരിനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിതെല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എണ്ണയുടെ അകത്ത് തന്നെയാണ്. ഇതൊന്ന് ആവിയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഒക്കെ ഒന്ന് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ഒരു 5 മിനിറ്റിനോളം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്താന്ന് നോക്കാം നമുക്ക്. ആഹാ, നല്ലൊരു മണം വരുന്നുണ്ട്. എന്താ തേങ്ങയും എല്ലാം കൂടി നല്ല മൊരായി. അപ്പോൾ നമ്മുടെ മാങ്ങ വെന്ത് അലിഞ്ഞു പോകരുത്. ഇതിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണം. ആ തൈരിനകത്ത് കിടന്ന് ആ കഷ്ണത്തിനൊക്കെ നല്ലൊരു ഉപ്പും പുളിയൊക്കെ പിടിക്കുമ്പോൾ ആ ഒരു കഷ്ണം എടുത്ത് കടിച്ച് തിന്ന് ഒരു ചപ്പാത്തിയോ ചോറോ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ തൈര്. നല്ലോണം ഇത് പുളിയുള്ള തൈരാകരുത്, പുളിയില്ലാത്ത തൈര് വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഇതിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ തൈര് നല്ലോണം ഞാൻ സ്പൂണ് കൊണ്ട് ഉടച്ച് വെച്ചേക്കും. നമുക്കിത് ഇതിനകത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് ഇളക്കാനായിട്ട്. നമ്മുടെ ഞാൻ സ്റ്റൗ ഓഫാക്കിയാണ്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ചൂട് ഒട്ടും പാടില്ല. ഇപ്പം നമുക്ക് ഈ ഒരു പാത്രം ആയതുകൊണ്ട് നല്ലൊരു ചൂടുണ്ട്. അപ്പോൾ ആ ചൂടിനകത്ത് കിടന്നിട്ട് വേണം ഇത് ഒന്ന് ഇതാകാനായിട്ട്, അല്ലെങ്കിൽ ആ തൈര് പിരിഞ്ഞു പോകും. അപ്പം ഞാൻ തൈരിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൈര് മാങ്ങായിട്ട് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു അല്പം മല്ലിച്ചീര കുറച്ച് മതി. ചിലവർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുകയില്ല. ഞാൻ കുറച്ച് മല്ലിച്ചീര ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള വെളിച്ചെണ്ണ നമ്മളിതിൻ്റെ പുറമേ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇതിനകത്ത് ഒന്നിടാം. കായപ്പൊടിയുടെ ഒരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ വീഡിയോ കൊണ്ട്
എല്ലാവരും ചേച്ചിയുടെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു രുചിയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാം. നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ഇടുക. ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ കമൻ്റ് ഒന്നും ചേച്ചിക്ക് ഇടുന്നില്ല. ചേച്ചിയുടെ പഴയ കണ്ട കൂട്ടുകാരും ഇപ്പോൾ ചേച്ചിയുടെ വീഡിയോ കുറേ നാൾ ചേച്ചി ഇടാഞ്ഞതുകൊണ്ട് കാണുന്നില്ല. അവരുടെ കമൻറ്റുകളൊന്നും ചേച്ചി കാണാറില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പുതിയ വീഡിയോ കാണണം. ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ മണിക്കൂട്ടറൊന്ന് നിങ്ങൾ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ചേച്ചിയുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒന്നിക്കൊന്നരാടം വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൂപ്പർ, നല്ല ടേസ്റ്റ്, അധികം പുളിയുമില്ല, നല്ലൊരു രുചിയുണ്ട്. ഇത് നല്ല ടേസ്റ്റ്. നമുക്ക് ചൂട് ചോറിനോടൊപ്പം ഇത് കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ വെച്ച ഉടനെ നിങ്ങൾ കൂട്ടരുത്. നമ്മൾ വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് കഴിക്കാവുള്ളൂ. വളരെ ഇപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇതാട്ടെ. നമുക്കൊന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് മൂടി വെക്കാം. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ തൈര് മാങ്ങായിട്ടുള്ള കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നാളെ നാടൻ ഭക്ഷണശാലയിൽ കാണാം. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടണം എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ.